ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം കരമനയിലെ അതിക്രൂര കൊലപാതകത്തിൽ 4 പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. അക്രമി സംഘത്തിലെ ഒരാൾ കസ്റ്റഡിയിലായി. അക്രമി സംഘം എത്തിയ കാർ പോലീസ് കണ്ടെത്തി. കൊലയാളികൾ കരമന അനന്തു വധക്കേസിലും പ്രതികളാണ്. ഇതിൽ 4 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അഖിൽ, അനീഷ്, അതുപോലെ വിനീത്, പിന്നെ സുമേഷ്, ഇങ്ങനെ 4 പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിലുണ്ടതായിട്ട് പ്രാഥമികമായ സ്റ്റേജിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിൻ്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് 2019 നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ആ കേസിൻ്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നടന്ന നന്ദുഗിരീഷിൻ്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. പക്ഷേ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല. അക്യൂസിൻ്റെ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽസുമായിട്ടാണ് ഇതെന്താ. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അഖിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്രതികളുമായി മുൻപ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് കൊല്ലപ്പെട്ട അഖിലിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നമുക്ക് പറയാം. കുറേ നാളുകളെ തലസ്ഥാന നഗരിയിൽ ഇത് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ട് വരികയാണ്. അത് അതിൻ്റെ സമൂലമായൊരു പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കും. യവനെന്നല്ല ഈ കുടുംബത്തിലെ ഒരു പയ്യന്മാർ ആരെടുത്ത് അടിക്കും വഴക്കിന് പോലും. ഇവ ഇത്രേ ഉള്ളൂ. മറ്റവന്മാർ 4-5 പേരെന്തോ ഉണ്ടെന്ന് പറയുന്നത്. ഈ യവനെ കൊണ്ട് പറ്റില്ല അത്രയന്മാരെ കയ്യിലൊന്നും പിടിക്കുക. അമ്മമാർ കമ്പി അടി കൊണ്ട് അടിച്ചിട്ട് മരിച്ചോന്നറിയാൻ വേണ്ടി നെഞ്ചിൽ കല്ലെടുത്തിട്ട് കൊടുക്കുന്നു. സ്നേഹമുള്ളൊരു കൊച്ചു ചെറുക്കനാണ്. അവരുടെ കുടുംബത്തിലെ അത്തയാണ് അവൻ. അടിയും മഴക്കോട്ട് നടക്കണ ആരെങ്കിലും ഇങ്ങനെയെങ്കിലും ചെയ്തെങ്കിൽ ഇത്രയും വിഷമം നമുക്കൊന്നും ഉണ്ടാവില്ല. ഇവ ആരെടുത്തും ഒന്നിനും പോവില്ല. ഇത്രയും വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഇത് ചെയ്തത്. ആരും അറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, വലിച്ചുള്ള. അതിന് മുമ്പ് തന്നെ ഒരു ദിവസം അടിച്ചെന്ന് ഇവന്മാര് കയ്യിലിട്ട് അടിച്ചെന്നുണ്ട്. ഒന്നിനും പോകാത്തവനാണ് അവൻ. നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെ വഴക്കിനും ചെണ്ടയ്ക്കും അങ്ങനെ പോണതായിട്ടുള്ളതൊന്നുമല്ല. ഇന്നലെ ഞാൻ രാവിലെ കണ്ടിട്ട് പോയതാണ്. രാവിലെ ഇതുപോലെ വൈകുന്നേരം ഞാൻ ഇതിൽ ജോലി കഴിഞ്ഞിട്ടേക്ക് പോയപ്പോൾ ഇവിടെ നിൽക്കണുണ്ട് ഈ പയ്യെ. പെട്ടെന്ന് ഇതുപോലെ ഞാൻ മോനെ ഇവിടെ കളിക്കാനൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ വീട് വരെയൊക്കെ പോകും. അങ്ങനെയൊക്കെ വലിയൊരു അങ്ങനെ അവന് വഴക്കിന് ചെണ്ടയ്ക്കേറ്റുള്ള ഒരു പോണ ഒരു പയ്യനല്ല അത്. പക്ഷേ എപ്പോഴും എല്ലാവരും വെളിയിൽ നിൽക്കണവർ. ഇന്നലെ ആയപ്പോൾ എല്ലാവരും അകത്ത് അവൻ്റെ കൂടെ നിന്നവർ എന്നെ അകത്ത് കയറി 5 മിനിറ്റ് ആയ സമയത്താണ് അവന്മാർ വന്നത് ഇത്രയും ചെയ്തിട്ട് പോയത്. പക്ഷേ ആളിനെ പോലും അവർ കണ്ടില്ല. അതിക്രൂര കൊലപാതകത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, ഇതിലിപ്പോൾ 4 പ്രതികളെ തിരിച്ചറിഞ്ഞു. അതിൽ ഒരാൾ കസ്റ്റഡിയിലായി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ മറ്റു പ്രതികൾ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? ഇവർ ഈ ഭാഗത്തൊക്കെ ഈ ചുറ്റുപാട് പ്രദേശത്തൊക്കെ ഉള്ളവരാണെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, ഇതിന്റെ അന്വേഷണം തമിഴ്നാട്ടിലേക്കടക്കം വ്യാപിപ്പിച്ചിട്ടുണ്ട് പോലീസ്. കാരണം വളരെ ഗൗരവമായ ഒരു സംഭവമായി പോലീസ് ഇതിനെ കാണുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലാണ് പട്ടാപ്പകൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി നടുക്കുന്ന ക്രൂര കൊലപാതകം ഉണ്ടായത്. അതായത് കാറിലെത്തിയ 3 അംഗ സംഘമാണ് നേരിട്ട് അഖിലിനെ ആക്രമിച്ചത്. കയ്യിൽ ആയുധങ്ങളുമായിട്ടായിരുന്നു സംഘം എത്തിയതും. ആദ്യം അഖിലിനെ വടികൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അഖിലിനെ നിലത്തേക്ക് തള്ളിയിട്ട് ഏതാണ്ട് 1 മിനിറ്റോളം കമ്പി വടികൊണ്ട് തലക്കടിക്കുന്നു. ശേഷം 6 തവണ കരിങ്കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി. അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു. അപ്പോൾ അത്രയധികം നടുക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരം കരമനയിൽ ഉണ്ടായത്. CCTV ദൃശ്യങ്ങളിൽ അക്കാര്യങ്ങൾ കൃത്യമായി കാണാനും കഴിയും. ഏതായാലും സംഭവത്തിൽ പോലീസ് ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പ്രതികൾ നേരിട്ട് ഈ സംഭവത്തിൽ പങ്കെടുത്ത 4 പ്രതികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ വാദം. ആ 4 പ്രതികളിൽ മിക്കവരും 4 വർഷം മുൻപ് നടന്ന കരമന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ്. കരമന അനന്തു കൊലപാതക കേസ്, വിജയകുമാർ, നമുക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരം നഗരം നടുങ്ങിയ ഒരു സംഭവമായിരുന്നു. ഏതാണ്ട് നഗരത്തിലെ കരമന ഭാഗത്ത് തന്നെ
12 മണിക്കൂറോളം സമയം ഒരു യുവാവിനെ ഒരു അക്രമി സംഘം, ഒരു ലഹരി സംഘം കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസായിരുന്നു. ആ കേസിലെ പ്രതികളാണ് ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഈ അക്രമ സംഭവം നടത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇക്കാര്യത്തിൽ മോട്ടീവായത്, ഇതിന് കാരണം, കൊലപാതകത്തിനൊക്കെ നയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുണ്ടായ ഒരു മുൻവൈരാഗ്യമാണ്. അതായത് തിരഞ്ഞെടുപ്പ് ദിവസം അന്ന് പാപ്പരംകോട്ടെ ഒരു ബാറിൽ വെച്ച കൊല്ലപ്പെട്ട അഖിലും മറ്റൊരു സംഘവുമായി ചില തർക്കങ്ങളും സംഘർഷവും ഉണ്ടാകുന്നു. അന്ന് ഈ കൊല്ലപ്പെട്ട അഖില എതിർ സംഘത്തിലെ 2 പേരെ കല്ലുകൊണ്ട് ആക്രമിച്ചു. ഇതിൽ വൈരാഗ്യത്താലാണ്, അല്ലെങ്കിൽ ഈ വൈരാഗ്യത്താലാണ് ഇന്നലെ അഖിലിനെ തിരിച്ചാക്രമിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. നേരത്തെ കരമന അനന്തു കൊലപാതകത്തിന് ശേഷവും പ്രതികൾ തമിഴ്നാട്ടിലേക്കായിരുന്നു പോരുന്നത്. അവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയായിരുന്നു അന്ന് നിർണായകമായത്. ഇത്തവണയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനം വിഴിഞ്ഞത്ത് നിന്ന് വാടകയ്ക്കെടുത്തിയാണെന്ന് കണ്ടെത്തിയ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും, അതായത് നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ 4 പേർക്ക് പുറമെ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരാളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റ് 4 പേർക്ക് വേണ്ടി ഊർജിതമായിട്ടുള്ള അന്വേഷണം അത് തുടരുകയാണ്. വിജയകുമാർ. ഷഫീദ്, നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അവരുടെ അക്രമ പ്രവർത്തനങ്ങൾ, നാട്ടുകാരെ ആക്രമിക്കൽ, ഈ ലഹരി സംഘങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നവരെ വീട് കയറി ആക്രമിക്കൽ തുടങ്ങിയവ തുടർച്ചയായി ആവർത്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് വലിയ വാർത്തയാവുകയും പോലീസിനെതിരെ വലിയ വിമർശനം ഉയരുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ പോലീസ് ചില നടപടികൾ അന്ന് സ്വീകരിച്ചിരുന്നു. അന്നൊക്കെ ഇടക്കാലത്തേക്കൊന്ന് ഒതുങ്ങിയ ഇത്തരം അക്രമി സംഘങ്ങൾ വീണ്ടും അവിടെ കളം പിടിക്കുന്നു, അവർ സജീവമാകുന്നു എന്നൊരാശങ്ക ജനങ്ങൾക്കുണ്ടാക്കുന്നതല്ലേ ഈ സംഭവം? ഉറപ്പായും വിജയകുമാർ. കാരണം തലസ്ഥാന നഗരമാണ്. പോലീസിന്റെ സകല സംവിധാനവും പൂർണ്ണ സർവൈലൻസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത കരമനയിലാണ് പട്ടാപ്പകൽ പെരുവഴിയിൽ ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത് കരമനയിൽ അനന്തു കൊലപാതകം ഞെട്ടിച്ചു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് മുൻപാണ് പോത്തൻകോട് ഒട്ടകം രാജേഷും സംഘവും ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കാല് വെട്ടിയെടുത്ത് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളടക്കം ഉണ്ടായത്. അങ്ങനെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അടിക്കടി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനവും റൂറൽ പോലീസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടന്നു വരികയായിരുന്നു. പക്ഷേ അതൊക്കെ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവത്തിലും, അതായത് കരമനയിലെ അഖിൽ കൊലപാതകത്തിലും ലഹരി മാഫിയ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, പ്രതികളായിട്ടുള്ള 4 പേരും ലഹരി മാഫിയ സംഘത്തിലെ കണ്ണുകളാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അഖിലിന്റെ ചില സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച്, കൊല്ലപ്പെട്ട അഖിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും ചില ലഹരി മാഫിയ കണക്ഷനുകൾ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെയുള്ള ഒരു റൈവറി ഇതിന് കാരണമായിട്ടില്ല എങ്കിൽ കൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തലസ്ഥാന ജില്ലയിൽ ക്രൈം മാപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്ന് അടിക്കടി ആവശ്യമുയർന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ റൂറൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് നടക്കുന്നത്. അതിനുശേഷം കാപ്പ ചുമത്തി ക്രിമിനൽ കേസ് പ്രതികളെയൊക്കെ നാടുകടത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലസ്ഥാന ജില്ലയിൽ സമാനമായ അക്രമ സംഭവങ്ങൾ, അതായത് പട്ടാപ്പകൽ ഒരാളെ നടുറോഡിൽ വെട്ടിക്കൊല്ലാനുള്ള ധൈര്യത്തിലേക്ക് നയിക്കുന്ന അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു. അത് പോലീസ് കുറച്ചുകൂടി ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു സംഭവമായി മാറുകയും ചെയ്യുന്നു. വിജയകുമാർ. യെസ്, ജനങ്ങളിൽ വലിയ ആശങ്കയുളവാക്കുന്ന നടുക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതികളെക്കുറിച്ച് വിവരങ്ങളുണ്ടെങ്കിലും അവരെവിടേക്ക് കടന്നു കളഞ്ഞു എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകളില്ല. ഒരുപക്ഷേ പ്രധാനപ്പെട്ട പ്രതികൾ പിടിയിലാകാനുള്ള കാര്യത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് DCP ഇന്ന് അറിയിച്ചത്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക്. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കൊപ്പം ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കൊണാട്ട് പ്ലേസിലെ ശിവ നവഗ്രഹ ക്ഷേത്രത്തിലും കെജ്രിവാൾ ദർശനം നടത്തി. അല്പസമയത്തിനകം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. नीचे നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇന്ന് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഉച്ചയ്ക്ക് ശേഷം വിവിധ മണ്ഡലങ്ങളിലെ റോഡ് ഷോ തുടങ്ങും.
അതിനു മുമ്പ് വാർത്താ സമ്മേളനമുണ്ട് പാർട്ടി ആസ്ഥാനത്ത്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആം ആദ്മി പാർട്ടി ഏത് തരത്തിലായിരിക്കും കെജ്രിവാളിനെ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലും ഹരിയാനയിലും അല്ലെങ്കിൽ പഞ്ചാബിലും ഒക്കെയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കാൻ പോകുന്നത്? ബിജുകുമാർ, ഹനുമാൻ ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ വലിയ തരത്തിലുള്ള സ്വീകരണമാണ് അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുന്നത്. ഹനുമാൻ ക്ഷേത്രത്തിലെ സന്ദർശന വേളയിലും നിരവധി പ്രവർത്തകർ അവിടെ അരവിന്ദ് കെജ്രിവാളിനെ കാണാനായി തടിച്ചുകൂടിയിരുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കാരണം 50 ദിവസത്തിന്റെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജയിൽ മോചിതരായി ഇന്ന് പാർട്ടി ആസ്ഥാനത്തെത്തുമ്പോൾ പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തിലാണ്. വലിയ ആഘോഷ പരിപാടികൾ തന്നെ പ്രവർത്തകർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാൾ അഭിസംബോധന ചെയ്യും. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളാകും ഉന്നയിക്കുക എന്നതാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. നിരവധി ആരോപണങ്ങൾ ജയിലിനകത്ത് തന്നെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജയിലിൽ നിന്നിപ്പോൾ ഇടക്കാല ജാമ്യം ലഭിക്കുമ്പോൾ ഏത് തരത്തിലാകും ഇത്തരമൊരു രാഷ്ട്രീയമായി തന്നെ ഇതിനെ ആം ആദ്മി പാർട്ടി നേരിടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള ഒരു മറുപടി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ടേക്കും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ. ഇന്ന് 2 റോഡ് ഷോയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാത്രി 8 മണിക്കും ഒരു റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ കടക്കുകയാണ്. നാളെ മുതൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ സജീവമാകും. എന്തായാലും ഇന്ത്യ സഖ്യത്തിനും ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ കരുത്തു പകരുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ നടത്താൻ പോകുന്നതും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് റോഡ് ഷോയും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണ രംഗത്ത് സജീവമായെങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാളിന്റെ അസാന്നിധ്യം അത് ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ആശങ്ക ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സുനിത കെജ്രിവാൾ രംഗത്തെടുക്കുമ്പോഴും വൈകാരികമായി തന്നെയായിരുന്നു ഡൽഹിയിലെ ജനം സുനിത കെജ്രിവാളിനെ ഏറ്റെടുത്തത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്കപ്പുറം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കപ്പുറം ഡൽഹിയിലെ ജനങ്ങൾ ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തുണ്ട്. സജീവമായി തന്നെ ഈ വിഷയം മദ്യനയ കേസിലെ രാഷ്ട്രീയ വിഷയമെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി സജീവമായി പ്രചരണം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഡൽഹിയിൽ കഴിഞ്ഞ 2 വർഷം BJP തൂത്തുപോയിരുന്ന ഡൽഹിയിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഒരു അനുകൂല അന്തരീക്ഷമാകുന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ അത് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നു. എന്തായാലും ഏകാധിപത്യത്തിനെതിരെ പോരാട്ടം ശക്തമായി തുടരും എന്ന വാക്കുകൾ തന്നെയാണ് ഇന്നും അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ചത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ പാർട്ടി ആസ്ഥാനത്ത് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ആഘോഷമായി തന്നെയാണ് ഈ ജയിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ഈ ഒരു സന്ദർഭം അവർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം മുതിർന്ന നേതാക്കളടക്കം ഇവിടെ വെച്ചുകൊണ്ട് യോഗം ചേർന്നാകും. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് സജീവമാകും. ശരി, നിതിൻ അംബുജനാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം 1 മണിയോടെ അവിടെ ഉണ്ടാകും. പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. മറ്റു രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുക. തൃപ്പൂണിത്തുറ എരൂരിൽ കിടപ്പ് രോഗിയായ വയോധികനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. രോഗിയായ ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇവിടെ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ മകനും മരുമകളും ഉണ്ട്. അവർ മരുമകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇയാൾ ഡ്രൈവറാണ്. ജോലിക്ക് ആവശ്യത്തിനാണ് പോയതാണോ ഇനി അച്ഛനെ ഉപേക്ഷിച്ച് പോയതാണോ? ഉപേക്ഷിച്ച് പോയതായിരിക്കും. കാരണം ഇവിടെ അടുക്കളയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അടുക്കളയിലും മറ്റു ഒന്നുമില്ല. എല്ലാവരും അവർ എടുത്തിട്ട് പോയതാണ്. അച്ഛനെ മാത്രം ഇട്ടിട്ട് പോയത്. നമ്മൾ ആദ്യം കൗൺസിലറുടെ പരാതിയിൽ കേസെടുക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും മണിക്കൂറുകളാകുന്നു. അദ്ദേഹത്തിന് ഒരു ചികിത്സയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്, ഒരു പരിചരണവും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഈ മകനെ ബന്ധപ്പെടാൻ ഈ പോലീസിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അയാൾക്ക് ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ളതെന്ന് അറിയാമായിരുന്നുവല്ലോ.
വിജയകുമാർ, ഈ മകൻ എന്ന് പറയുന്ന ആളെ ബന്ധപ്പെടാനായിട്ട് രാവിലെ തന്നെ പോലീസും നഗരസഭാ അധികൃതരും ഒക്കെ ശ്രമിച്ചിരുന്നു. ആദ്യ സമയങ്ങളിൽ ഇയാൾ ഫോൺ എടുത്തിരുന്നു. രാവിലെ നഗരസഭാ വൈസ് ചെയർമാനോട് ഇയാൾ പറഞ്ഞത് ഇയാൾ തമിഴ്നാട്ടിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയിരിക്കുകയാണെന്നാണ്. പിന്നീട് പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞത് വാഗമണ്ണിലാണെന്നാണ്. അങ്ങനെ കള്ളം പറഞ്ഞാണ് പലരോടും പല രീതിയിൽ മറുപടി പറയുന്നത്. ഏതായാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് ഇയാളെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായി പരിഗണന നൽകിയിരുന്നത് ആ വൃദ്ധനെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതിനായിരുന്നു. അത് നടന്നു. ആരോഗ്യ പ്രവർത്തകരെത്തി. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ നഗരസഭാ വൈസ് ചെയർമാൻ അവിടെ എത്തി. പിന്നീട് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെത്തി. അവരൊക്കെ അദ്ദേഹത്തെ വൃത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ ഏറ്റിട്ടുണ്ടോ? കാരണം 3-4 ദിവസമായി കിടപ്പ് രോഗിക്ക് ഡയപ്പർ മാറ്റിയിട്ട് മൂത്രസഞ്ചിയൊക്കെ നിറഞ്ഞ ഒരു ദുർഗന്ധം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു മുറിയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ ഏറ്റിട്ടുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആ ഷൺമുഖൻ എന്ന് പറയുന്ന 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മനുഷ്യനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകനെതിരായി കേസെടുത്തിട്ടുണ്ട്. അത് നഗരസഭാ അംഗം, അദ്ദേഹം വൈസ് ചെയർമാൻ കൂടിയാണ്. നഗരസഭാ വൈസ് ചെയർമാന്റെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്റ്റേഷനിൽ ഹാജരാകാൻ, നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 മക്കളാണ് ഷൺമുഖനുള്ളത്. അതിൽ 2 പെൺമക്കളാണ്. നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ കുടുംബപരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ അച്ഛനെ ആ വീട്ടിൽ ഇട്ടിട്ട് പോകുമെന്ന് പെൺമക്കൾ പോലും കരുതിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് പിതാവിനെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മകനാണെങ്കിൽ ആരെങ്കിലും നോക്കിക്കൊള്ളൂ എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ വീട് ഉപേക്ഷിച്ച വീട്ടുടമസ്ഥനോട് പോലും പറയാതെയാണ് സാധനങ്ങൾ ഉൾപ്പെടെ കയറ്റി ഇവർ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് പോലും അച്ഛനെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല. 24 മണിക്കൂറാണ് ഈ വൃദ്ധൻ അവിടെ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വീട് തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുടമസ്ഥൻ സുനിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വൃദ്ധൻ അവിടെ ഉണ്ടായിരുന്നത് കാണുന്നത്. വളരെ അവശ നിലയിലായിരുന്നു. ഇന്നലെ രാത്രി പിന്നീട് പോലീസ് എത്തിയിരുന്നു. ഇന്ന് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമ നടപടികൾ തുടരും. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ച് വരുന്നു എന്നുള്ള ഒരു വിവരമാണ് പങ്കുവെക്കാനുള്ളത്. യെസ്, ഷൺമുഖന് ചികിത്സയും വേണ്ട പരിചരണവും ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജനപ്രതിനിധികളും പോലീസും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. വയോജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമപ്രകാരം തുടർ നടപടികളും കേസുമൊക്കെ ഉണ്ടാകും. മകനെ ബന്ധപ്പെടാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം മഞ്ചേരിയിൽ മുതിർന്ന ആളെ പിറകിൽ വെച്ച് വിദ്യാർത്ഥിയുടെ സ്കൂട്ടർ യാത്ര. സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന 2 പേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല. സ്കൂട്ടർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്കൂട്ടറിന് പിറകിൽ യാത്ര ചെയ്ത കാർ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. ഷഹദ്, ഏതാണ്ട് 1 മണിക്കൂറാകുന്നു ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട്. മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നമ്മൾ ഈ വാർത്ത പങ്കുവച്ചതിന് തൊട്ട് പുറകെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ നമ്പറും മറ്റു വിശദാംശങ്ങളും നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉടനൊരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മലപ്പുറം മഞ്ചേരി കിടങ്ങഴിക്ക് സമീപമാണ് ഈ യാത്ര നടക്കുന്നത്. കാരണം ഈ ബൈക്കിന് പുറകിൽ യാത്ര ചെയ്ത കാർ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി 24-ന് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കാറിൽ യാത്ര ചെയ്ത ആളുകൾ പറയുന്നത് ഇവർ ഇത് ശ്രദ്ധിക്കാനുള്ള കാരണം ഈ കുട്ടി വാഹനം ഓടിക്കുന്നത് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം തന്നെ അമിത വേഗതയിലായിരുന്നു ഈ വാഹനം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ഇവർ പകർത്താൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല, ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ യാത്ര. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയാണ് മുന്നിലിരിക്കുന്നത്, മുതിർന്ന ആളാണ് പുറകിലിരിക്കുന്നത്. മുതിർന്ന ആൾ സിഗരറ്റ് വലിച്ച് പുക ഉയർത്തി വിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ 2 പേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് അയച്ചു തന്നതിനപ്പുറത്ത് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ ഈ വാഹനം ഓടിക്കാനൊക്കെ അതൊരു പ്രേരണയാകും. അതുകൊണ്ട് അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു നൽകുകയും ഇതിന് നടപടി സ്വീകരിക്കണമെന്ന ഇത്തരത്തിൽ ഈ യാത്രക്കാർ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു സന്ദേശം എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ ഈ ഹെൽമറ്റ് ധരിക്കാതെ ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ ലൈസൻസ് ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും നിലവിൽ നമ്മൾ കാണുന്ന ഒരു ദൃശ്യം അനുസരിച്ച് ചെറിയ കുട്ടിയാണ് വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ലംഘനങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ വാഹനം ട്രേസ് ചെയ്യുകയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, സ്കൂട്ടറിന് പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ സ്കൂട്ടറിന് പിറകെ വന്ന ചില കാർ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നത്.
മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഹെൽമറ്റ് വെച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. മറ്റു വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നതേ ഉള്ളൂ. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഒമാനിലെ സലാലയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. റാഫി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, എങ്ങനെയാണ് അപകടമുണ്ടായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഒമാനിലെ സലാലയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് വെള്ളൂങ്ങാൻ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് 35 വയസ്സായിരുന്നു. ഇവിടെ ഒരു കടയിൽ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്ത് വരികയായിരുന്നു റാഫി. ഇന്നലെ രാത്രി മുഹമ്മദ് റാഫി ജോലി ചെയ്യുന്ന ഈ കടയിൽ നിന്നും സ്കൂട്ടിയിൽ ഒരു സാധനം ഡെലിവറി ചെയ്യാനായി പോവുകയായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് മറ്റൊരു വണ്ടി അദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു. ഈ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ റാഫിയുടെ മൃതദേഹം സലാല ഖാബൂസ് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. KMCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഉടൻ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KPCC അംഗം KV സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചുവെന്ന് പരാതി ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. തനിക്കെതിരായ നടപടി ഗൂഢാലോചനയെന്ന് KV സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. KPCC അധ്യക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് 5 ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി.